എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ലക്ഷൂറിയസ് റിട്ടയർമെൻറ്റ് ലിവിങ്ങിനെ പറ്റിയ ഒരു സ്ഥലത്തിനെ പറ്റിയാണ് കേട്ടോ. പാലക്കാടിൽ നിന്ന് ഒറ്റപ്പാലം റോഡിലൂടെ പോകുമ്പോൾ തേനൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ പോയാൽ ഈ സ്ഥലം എത്തും. ഇവിടെ നമ്മൾ വന്നത് നമ്മളുടെ ഫ്രണ്ട്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ അവരെ കാണാനാണ് നമ്മൾ വന്നത്. പക്ഷേ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെയും കൂടി അത് കാണിച്ചു തരാമെന്ന്. ഇത് മാമിയുടെ അങ്കിൾ പരമേശ്വരൻ അങ്കിളും അങ്കിളിൻ്റെ ചേച്ചിയുടെ മകള് നിമ്മിയുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സാണ് ഹരിയേട്ടനും ശശിചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. ഇത് ബിൽടെക് കമ്പനിയുടെ പ്രസ്റ്റീജ് പ്രൊജക്റ്റായ അനന്ത ലിവിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് ആണ്. ഇത് ശരിക്കും ഒരു ജെറിയാട്രിക് ഫ്രണ്ട്ലി പ്രൊജക്റ്റാണ് കേട്ടോ. റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കറിയാലോ, പ്രായമായവരാണ് ഇവിടെ താമസിക്കുക എന്നുള്ളത് അല്ലേ. അവർക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് സന്തോഷമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് എല്ലാം അങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, സൈഡിൽ കൂടെയുള്ള പിടി, നമുക്ക് വീഴാതെ പിടിച്ച് നടക്കാൻ പറ്റിയ 2 സൈഡിലും ആ ഒരു പിടി കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതേപോലെ തന്നെ ഇങ്ങനത്തെ വെഹിക്കിൾ ഉണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇതുപോലത്തെ വണ്ടിയിൽ നമുക്ക് താഴത്തേക്ക് പോവാം. പിന്നെ ഇതാ ബഗ്ഗി സർവീസ് ഉണ്ട്. അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ പോവാം. അങ്ങനെ എവിടെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷാണ് എല്ലാ സ്ഥലത്തും. നിലം അതായത് ഫ്ലോർ മുഴുവനും, ബാത്റൂമല്ല റൂംസല്ല എല്ലാവിടെയും മാറ്റ് ഫിനിഷാണ്. അത് കാരണം വഴുക്കും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഞാൻ ഇത്ര നേരം പറഞ്ഞത് സേഫ്റ്റീനെ പറ്റിയിട്ടാണ് പറഞ്ഞല്ലേ. ഇനി നമുക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുള്ളൊരു പ്രശ്നമേ അവിടെ ഇല്ല കേട്ടോ. നല്ല വിശാലമായിട്ടൊരു ലൈബ്രറി ഹാളുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇഷ്ടമാതിരി ബുക്കുകളും ഉണ്ട്. നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെച്ചാലും നമുക്ക് ഇരുന്ന് വായിക്കാം. ബോർഡ് റൂമാണത്. പിന്നെ ഈ കോറിഡോറിൽ തന്നെ നമുക്ക് നടക്കാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നടന്നില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്കാൻ ധാരാളം സ്ഥലമുണ്ട്. നമ്മുടെ അങ്കിള് പരമേശ്വരൻ അങ്കിളാണിത്. ഇത് കണ്ടോ, കോറിഡോർ ഇവിടെ തൊട്ട് അവിടെ വരെ നടക്കാം. ഏത് മഴക്കാലത്തും നമുക്കിവിടെ നടക്കാം. പിന്നെ സൗഖ്യം, നമുക്ക് കുറച്ച് ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ബ്യൂട്ടി പാർലറുണ്ട്, സ്പാ ചെയ്യാം. നമുക്കിത് സ്പാ ചെയ്യുമ്പോഴും ഇതിനൊക്കെ ഡ്രസ്സ് മാറ്റാനുള്ള ലോക്കറുകൾ, പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, എണ്ണത്തോണി, ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട് ഇവിടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കണ്ടപ്പോൾ കേട്ടോ. പിന്നെ ഗസ്റ്റ് റൂം, അത് എടുത്തു പറയണം. നമ്മുടെ വീട്ടിൽ കുറച്ചധികം ഗസ്റ്റ് വന്നാലും, ഇപ്പോൾ നമുക്കൊരു 3-4 കുട്ടികളുണ്ടെങ്കിൽ അവർ വന്നാലും നമുക്ക് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഗസ്റ്റ് റൂം ഉണ്ട് അവിടെ. ഇതാ സ്വിമ്മിങ് പൂള്, നല്ല സൂപ്പർ സ്വിമ്മിങ് പൂളാണ്. ഇനി വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടന്ന് ആസ്വദിക്കാം. ഇതാണ് അനന്തത്തെ കമ്മ്യൂണിറ്റി ഹാൾ. വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ആ ബാക്കിൽ കണ്ട ബ്ലോക്സ് ഉണ്ടല്ലോ, അത് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് വളരെ വലിയ ഒരു ഹാളായിട്ട് മാറ്റാം. ബർത്ത്ഡേ പാർട്ടിയോ എൻഗേജ്മെൻറ്റ് പാർട്ടിയോ അങ്ങനെ നല്ല വലിയ പാർട്ടികൾ നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയതാണ് കമ്മ്യൂണിറ്റി ഹാൾ. പിന്നെ ഇത് പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്കൊരു ബുഫേ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റും കേട്ടോ. ഈ അനന്തയുടെ വേറൊരു നല്ല കാര്യം എന്താണെന്നറിയോ, എല്ലാം നാച്ചുറൽ രീതിയിലാണ് കേട്ടോ പോകുന്നത്. അതായത് ഓർഗാനിക് ഫാമിംഗ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. രണ്ടാമത്
പാല് പുറമേ നിന്നൊന്നും ഇനി പാല് വാങ്ങേണ്ട, പശുവിനെ വളർത്താൻ, അതായത് കൗഷെഡ് തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ ഇവിടുത്തെ വെള്ളം എന്താണെന്നറിയോ? കിണർ വെള്ളമാണ്. പിന്നെ കൊക്കർണി എന്താണെന്ന് പാലക്കാട്ടുകാർക്ക് മനസ്സിലാവും കേട്ടോ, കൊക്കർണി എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു നല്ല നാച്ചുറൽ രീതിയിലേക്കാണ് അനന്ത ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്ലാനിങ് ഇപ്പോൾ അതാണ്. ഇനി എന്താ, നല്ലൊരു കിടിലൻ തിയേറ്റർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒരു കുഞ്ഞ് സിനിമയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഞങ്ങൾ സിനിമ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക്, കളിക്കാൻ താല്പര്യമുള്ളവർക്ക് കളിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെയുണ്ട്. ഇനി ആരോഗ്യം നന്നാക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സൂപ്പർ ജിമ്മും ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമ്മളുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് അതെല്ലാം ചെയ്യാം. അങ്ങനെ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം ആ അനന്തയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ഡൈനിങ് ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുക. ഇവിടെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യണത് കേട്ടോ. ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. എല്ലാവരും നല്ല എന്താ പറയുക, തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെയാണ് ഞാൻ അവിടെ ഫുഡ് കഴിക്കുന്നത് കണ്ടത്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. ഈ കാണുന്നതാട്ടോ അവരുടെ കിച്ചനെ പറ്റി പറയുവാണെങ്കിൽ കുറച്ചുണ്ട്. കാരണം ഹൈജീൻ ആണ് അവരുടെ മെയിൻ എയിം. അത് കാരണം അവർ കൈ കൊണ്ട് കാര്യമായിട്ട് ഒന്നും തന്നെ തൊടുന്നില്ല. എല്ലാം മിഷനാണ്. അതായത് വെജിറ്റബിൾ കട്ടർ, തേങ്ങ ചിരകണ മിഷൻ, ചപ്പാത്തി മേക്കർ, അങ്ങനെ എല്ലാം കഴിയണതും അവർ മിഷൻ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഗ്ലൗസ്, തലയിൽ ആ ഒരു തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ അടുക്കിലേക്ക് കയറാനും. അത്രമാത്രം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും അവർ അടുക്കള അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് കഴിഞ്ഞാലും അതുപോലെ രാത്രി കഴിഞ്ഞാലും. അങ്ങനെ നല്ലോണം അവർ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവർ പോകുന്നത്. കാരണം അവർ പറയുമ്പോൾ അത് ഹൈജീനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് അവർ എടുക്കുന്നത്. ഇതാണ് ആട്ട കുഴയ്ക്കുന്ന മിഷ്യൻ. ഇത് അവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുക്കിയ ഒരു സ്ഥലമാണ്. അതും അതെ, ടേബിളും ചെയറൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് അൺഫർണിഷ്ഡ് ഫ്ലാറ്റ് കേട്ടോ. ഇത് ഫർണിഷ്ഡ് ഫ്ലാറ്റാണ്. എന്തുമാത്രം വ്യത്യാസം നോക്കൂ. അടുക്കളയിൽ 3 നേരവും നമുക്ക് ഭക്ഷണം കിട്ടും താഴ്ത്തു പോയാൽ. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? നല്ലൊരു ബാൽക്കണി. ബാത്റൂമിൻ്റെ വാതിൽ കണ്ടോ? സ്ലൈഡിങ് ഡോറാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നല്ല പിടി വെച്ചിട്ടുണ്ട്. നമുക്ക് പിടിക്കാൻ, അതായത് നമുക്കൊന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പിടികൾ വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും താമസിക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലാറ്റാണ് കേട്ടോ അത്. ഇത് വേറൊരു ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് കേട്ടോ. കുറച്ചും കൂടി സ്പേസുള്ള, കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ഫ്ലാറ്റാണ് കേട്ടോ അത്.
നമ്മൾ ഫർണിച്ചർ ഫ്ലാറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണ് നമ്മൾ പോയത്. അവിടെ അനന്തയെ കുറിച്ച് അറിയാനുള്ള റിസപ്ഷൻ ഉണ്ട്. പിന്നെ അലോപ്പതി ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കണ്ടില്ലേ, ഇത് സ്റ്റീം ബാത്തിനുള്ള സൗകര്യങ്ങളാണ് കേട്ടോ. നമുക്ക് അതും ഇവിടെ ചെയ്യാം. ഇതാണ് അവിടുത്തെ ശിവദാസ് സാറ്. അനന്തയത്തെ ഓൾ ഇൻ ഓളാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ സാറിനെ വിളിച്ച് ചോദിച്ചാൽ മതി. അനന്ത ലിവിങ്ങിനുള്ള നമ്മുടെ ഈ കൺസെപ്റ്റ് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ആരോഗ്യ പരിചരണ കാര്യങ്ങൾ, അവർക്ക് വേണ്ട അവരുടെ വീട് വൃത്തിയാക്കുക, എല്ലാ ബുദ്ധിമുട്ടെന്ന് 50 വയസ്സിന് ശേഷം തോന്നുന്ന എല്ലാ കാര്യങ്ങളും അനായാസകരമായി ചെയ്തു കൊടുക്കാനുള്ളൊരു സംവിധാനം, അതിലൂടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തോഷം നിലനിർത്തി ശിഷ്ടജീവിതം വളരെ സുന്ദരമാക്കി കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് അനന്ത ലിവിങ്ങിലൂടെ ബിൽടെക് ചെയ്യുന്നത്. ഇവിടെ അവരുടെ വിശ്രമവേളകളൊക്കെ വളരെ വിനോദകരമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതേപോലെ സെയിം ഏജ് ഗ്രൂപ്പുള്ളവരും അതിനേക്കാൾ മുകളിലുള്ള സീനിയേഴ്സായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും അവരായിട്ട് നല്ല രീതിയിൽ നല്ല സായാഹ്നങ്ങൾ ആഘോഷകരമാക്കിയിട്ട് ആശ്വാസകരമാക്കി സന്തോഷകരമാക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഒരു അൾട്ടിമേറ്റ് കെയർ, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ മുഖമുദ്ര തന്നെ കഴിഞ്ഞ 40 വർഷക്കാലത്തോളമായി ഞങ്ങൾ പാലക്കാട് ടൗണിൽ മാത്രം ഇതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് ശരിക്കുള്ള നല്ല മുഖമുദ്ര കുത്തിയിട്ടുള്ള ആളാണ് ഞങ്ങളുടെ രാജൻ സാർ, ഞങ്ങളുടെ MD. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ നിതിൻ രാജന് ഈ പ്രവർത്തനത്തിനോടുമായിട്ട് വളരെ 100% കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പാലക്കാട് ജനതയുടെ മനസ്സിൽ മോശമല്ലാത്ത ഒരു സ്ഥാനം ഇതിനകം തന്നെ നേടിയിട്ടുണ്ടെങ്കിലും ഈ വ്യത്യസ്തമായൊരു കൺസെപ്റ്റ് എങ്ങനെ വിജയകരമാക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ തേനൂരിലുള്ള തേൻ പോലെ മധുരമുള്ള ഒരു താമസ സ്ഥലമാണ് അനന്ത. റിട്ടയർമെൻറ്റ് ലൈഫ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഈ അനന്ത കാണാൻ പറ്റുന്നവർ ഒന്ന് പോയി കാണൂ. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ശിവദാസിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ആ കോൺടാക്റ്റ് നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിനെ പറ്റി ആരും ഇനി പേടിക്കേണ്ട, അനന്ത സന്ദർശിക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.